എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. വയനാട്ടിലെ റിസോർട്ടിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. കൊച്ചി പോലീസും വയനാട് പോലീസും ചേർന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ബോച്ചെ. വയനാട്ടിലെ റിസോർട്ടിലേക്ക് മാറിയെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ കൊച്ചി പോലീസാണ് വയനാട് പോലീസിന് വിവരം കൊടുത്തത്. തനിക്കെതിരെ തുടരെ അവഹേളനങ്ങൾ നടത്തിയതോടെയാണ് ഹണി റോസ് ബോച്ചയ്ക്കെതിരെ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ ബോച്ചയ്ക്കെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നില്ല. ബോബി ചെമ്മണ്ണൂരിന്റെ പേരും പരാമർശിച്ചിരുന്നില്ല. പിന്നീടാണ് തന്നെ അവഹേളിച്ച ആളുടെ പേര് പറയാനും പരാതി നൽകാനും ഹണി തീരുമാനിച്ചത്. ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ നടിയെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ബോബി ചെമ്മണ്ണൂർ പരിഹസിച്ചിരുന്നു. അന്ന് അതിന്റെ എതിർപ്പറിയിച്ചിരുന്നു ഹണി റോസ്. പക്ഷെ പിന്നീട് ഇയാളുടെ ക്ഷണം നിരസിച്ചതിന് പ്രതികാരമായി നിരന്തരം തന്റെ സ്ത്രീത്വത്തെ അവഹേളിച്ചുകൊണ്ട് ബോച്ചെ സംസാരിച്ചെന്ന് ഹണി റോസ് പറയുന്നു. പരാതി നൽകിയതിന് പിന്നാലെ ദ്രുതഗതിയിലാണ് നടപടികൾ പോലീസ് എടുത്തത്. തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ മോശം കമന്റ് ഇട്ട 27 പേർക്കെതിരെയും ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണം കൊണ്ട് ഏതൊരു നിയമവ്യവസ്ഥയെയും കാൽക്കീഴിയാക്കാം എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവാം. അവർക്കുള്ളൊരു താക്കീത് കൂടിയാണ് ഈ അറസ്റ്റ്. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയ പലപ്പോഴും തങ്ങളുടെ സ്വന്തമെന്ന് വിചാരിച്ച് മറ്റുള്ള പോസ്റ്റുകളിൽ പോയി വളരെ മോശമായ കമൻറ്റുകൾ ഇടുന്നവർക്കും ഇതൊരു പാഠമാണ്. ബഹുമാനത്തോടു കൂടി മാത്രം കമൻറ്റുകൾ ഇടാൻ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹണി റോസ് ഏറ്റെടുത്ത് ആരംഭിച്ച ഈ യുദ്ധം ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ അതേപോലെ യൂട്യൂബിലോ ഒക്കെ സദാചാര ആങ്ങളമാരായിട്ടും അമ്മായിമാരായിട്ടുമൊക്കെ വരുന്ന ഓരോരുത്തർക്കും എതിരെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഈ പ്രവൃത്തിയിൽ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കമൻറ്റുകളിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.